ഞാൻ എഴുതുന്നത് ജനപ്രിയ സാഹിത്യമാണ്. അപ്പോൾ അതിനൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. എഴുത്തുകാരുൾപ്പെടെ മോശം പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ കുറ്റം പറയുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. മാഡത്തിന് ചിലപ്പോൾ ബുക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ആ ഫൈനലിസ്റ്റ് വന്നിട്ടുള്ള ബുക്കുകൾ ഏതെങ്കിലുമൊക്കെ മാഡത്തിന് ഭയങ്കര ഇഷ്ടമുള്ളതും കിട്ടാത്തതുകൊണ്ടായിരിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഈ ഈഗോയും കുശുമ്പോക്കും ഉള്ളവർക്ക് നിന്നോളൂ. അവരുടെ ബുക്ക് മാത്രമല്ല ഇവിടെ വായിക്കേണ്ടത്. ഗോഡ്സിന്റെ പേര് പറഞ്ഞിട്ട് ബുക്ക് എഴുതുന്ന എല്ലാവർക്കും അവാർഡ് കിട്ടണ്ടേ? ജൂറി മെമ്പേഴ്സ് എന്ന് പറയുന്നത് പലരുടെ വിചാരം ഹിന്ദിക്കാരെന്തോ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഉള്ള ആരോ തിരഞ്ഞെടുത്തു. അപ്പോൾ പുതിയൊരു ബെസ്റ്റ് സെല്ലർ വരുമ്പോൾ അതിന് അസൂയോടുകൂടി ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഒരാളുടെ രാഷ്ട്രീയം. അതിപ്പോൾ എഴുത്തുകാരനൊന്നും ഒന്നുമില്ല. പറയുന്ന തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ പുസ്തകങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്ന് കയറി അവർ അവിടെ എത്തിക്കോളൂ. ചെറിയ വീടാണ്, അപ്പോൾ അവിടെ ബുക്കുകൾ 1000 ബുക്ക് പ്രിന്റ് ചെയ്ത ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുക. അപ്പോൾ കട്ടിലും ഇട്ട് ടി വിയും വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ സ്ഥലമില്ല. 2 മുറിയേ ഉള്ളൂ. ആദ്യം ആലപ്പുഴയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോൾ അവർ വെക്കില്ല എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത് ഞാൻ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബുക്കുകളുമായിട്ട് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നു. KSRTC ബസ് നിർത്തി പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ ചില്ലറയും കീറിയ 10 നോട്ടൊക്കെ തന്നിട്ട് പറഞ്ഞു എൻ്റെ ഇത്രയേ ഉള്ളൂ, ഇതിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി എനിക്ക് വേണ്ടി ശ്മശാനം ഒന്ന് 10 മിനിറ്റത്തേക്കെങ്കിലും തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്ത രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുക, ഒരു മുണ്ടൊക്കെ വെള്ള മുണ്ടൊക്കെ കെട്ടി ഒരു പന്തവും പിടിച്ചുകൊണ്ട് റോഡ് നിൽക്കുക. രാത്രി 2 മണി അങ്ങാണ്ടായി. നമ്മുടെ തോണി നമ്മൾ തന്നെ തുഴയണം. കുറേ നാൾ കഴിയുമ്പോഴേക്കും അതൊരു ഹൗസ് ബോട്ടായി മാറും. അപ്പോൾ ആൾക്കാർ അതിൻ്റെ അകത്തോട്ട് വരും, നമ്മളെ സന്തോഷത്തോടുകൂടി നമ്മളെ സ്വീകരിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം സ്വന്തമാക്കിയ അഖിൽ പി ധർമ്മജനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. പുരസ്കാരമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷം താങ്കൾ പറയുകയുണ്ടായി എൻ്റെ കൈയും കാലും വിറയ്ക്കുകയാണ്, എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല എന്ന്. റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നോ? റിയാലിറ്റിയിലേക്ക് വന്നെങ്കിലും ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഇതാണ്. എന്നാലും ആ ഒരു മൊമെൻ്റ് ഉണ്ട് അറിഞ്ഞത്. മെനഞ്ഞാന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സിനിമയൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഫ്രണ്ട്, അഗത എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു കൺഗ്രാറ്റ്സ് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാടാ എനിക്കിത് കിട്ടി എന്ന് പറഞ്ഞു. ഇല്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു, എന്നിട്ട് ലിങ്ക് അയച്ചു. അതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഏകദേശം പേടിയായി. പിന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് കോൾ വരാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ വിളിച്ചു, കൂട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടെ നാട്ടിലുള്ള കൂട്ടുകാർ പെട്ടെന്ന് ലഡുവൊക്കെ വാങ്ങി വന്നു, കേക്കൊക്കെ മുറിച്ചു. സന്തോഷം. ഞങ്ങൾ ഒരിക്കലും ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതുന്നത് ജനപ്രിയ സാഹിത്യമാണ്. അപ്പോൾ അതിനൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. ആൾക്കാരെ സ്വീകരിച്ച ഒരു എഴുത്തിനെ പെട്ടെന്ന് ഒരു 3 പേര് ജൂറി തിരഞ്ഞെടുത്തതാണ്. സന്തോഷം. ഇപ്പം താങ്കൾക്കും അറിയാം, ഏത് വിജയത്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ആളുകളുടെ പ്രോത്സാഹനം ഉണ്ടാവും, അതുപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ 2 ചേരി തിരിഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വിമർശിച്ചുകൊണ്ടും അതുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും. ഇതൊക്കെ അറിയുമ്പോൾ എന്താണ് താങ്കൾക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ്? ഞാൻ കാണുന്നുണ്ട്, ചിലതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ ആൾക്കാർ, പിന്നെ കുറേ ആൾക്കാർ നെഗറ്റിവിറ്റി കൊണ്ട് ഇങ്ങനെ ഇൻബോക്സിൽ ഇത് തരും, വാട്സപ്പിൽ ഇത് കണ്ടോ ഇങ്ങനെ പറഞ്ഞു. നമ്മളിപ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്നും പോകുന്നില്ല. നമ്മുടെ ഒരു സന്തോഷം നമ്മളത് ആ നിമിഷം ആഘോഷിക്കുക. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ പറയാം, എന്നെ ഇഷ്ടപ്പെടാത്തത് ഒരു കാര്യമില്ലാതെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബുക്ക് കുറച്ചുകൂടി ഇതാകുന്നത് കൊണ്ടും പിന്നെ കുറേ എഴുത്തുകാരുൾപ്പെടെ മോശം പറയുന്നുണ്ട്. പക്ഷേ അതിന് പ്രശ്നമൊന്നുമില്ല. അവരവരുടെ സ്പേസിൽ നിന്നിട്ട് അവർ പറയാവുന്നത് പറയുന്നു. ഞാൻ എൻ്റെ സ്പേസിൽ ഞാൻ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും എൻ്റെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ എൻ്റെ വായനക്കാരെ എനിക്ക് എന്താ പറയുക കൂടുതലായിട്ട് എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ എഴുത്തിൽ ഫോക്കസ് ചെയ്ത് അവർ ജനപ്രിയ സാഹിത്യം എഴുതണമെന്നല്ല, അവർ മുന്നോട്ട് തന്നെ പോവുക, എഴുതുക. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫൊക്കെ കുഞ്ഞ് ലൈഫാണ്, നമുക്ക് കുറച്ച് ആയുസേ ഉള്ളൂ. ആ സമയത്ത് മനുഷ്യരെ കുറ്റം പറഞ്ഞ് ജീവിക്കാതെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരാളെ കുറ്റം പറയുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഒന്നാലോചിക്കുക, ആ നിമിഷം പാഴാണ് നമ്മുടെ ആയുസ്സിൽ നിന്ന്. ഞാനങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്ന ഒരാളല്ല. പിന്നെ എന്തെങ്കിലും മോശമായിട്ട് പറയുന്നവർ പറയട്ടെ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം മലയാളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരി ഇന്ദു മേനോൻ, അവർ താങ്കളെ വിമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇതുപോലെ മുത്തുച്ചിപ്പിയിൽ എഴുതുന്ന ആളുകൾക്കും ഇനി അവാർഡ് കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പ്രതികരണങ്ങളെയൊക്കെയാണ് എങ്ങനെയാണ് കാണുന്നത്? മാഡത്തിനെ ഞാൻ പറഞ്ഞു ഓൾറെഡി, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് മാഡം. സത്യത്തിൽ മാഡത്തിനെക്കാളും ഞാൻ ഏജ് എന്തോരം ഇളയതാണ്.
അപ്പോൾ ഒരു പയ്യന് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുമ്പോൾ മാഡമൊക്കെ സത്യത്തിൽ സന്തോഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ഹാഷായിട്ട് എന്താ പറയുക, റാം എന്ന് പറഞ്ഞിട്ട് ബുക്കിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് അവാർഡ് കിട്ടി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കണ്ടപ്പോൾ ഞാനിങ്ങനെ ഷോക്കായി. അയ്യോ, എന്നിട്ട് KLF കോഴിക്കോട് വെച്ചിട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി വന്ന് കൈ തന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പം മാഡത്തിന് ചിലപ്പോൾ ബുക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ആ ഫൈനലിസ്റ്റ് വന്നിട്ടുള്ള ബുക്കുകൾ ഏതെങ്കിലുമൊക്കെ മാഡത്തിന് ഭയങ്കര ഇഷ്ടമുള്ളതും കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസ് ആണത്. പക്ഷേ അത് പറഞ്ഞ രീതിയാണ് ഇച്ചിരി ആൾക്കാരെയും അതായത്. അപ്പോൾ കുറേ ആൾക്കാർ മാഡത്തിനെയും മോശം പറയുന്നുണ്ട്. അപ്പം എനിക്കറിയുന്നവരോട് ഞാൻ പേഴ്സണലി പറയാമോ അങ്ങനൊന്നും പറയണ്ട, ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. പുള്ളിക്കാരിക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറയാനുള്ള ഒരു സ്പേസാണ്. പിന്നെ പറഞ്ഞ രീതിയാണ് അത് എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഇപ്പം നാളെ ഞാൻ മാഡത്തിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഞാൻ ചെന്ന് സംസാരിക്കും. സന്തോഷമാണത്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മാഡം ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ളതാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഴുത്തുകാരിയാണ്. ആസ് എ റൈറ്റർ ഭയങ്കര അടിപൊളിയാണ്. പേഴ്സണലായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കാണ് ഇങ്ങനെ എനിക്ക് ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, മാഡം ഇതുപോലെ തന്നെ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു ഉപദേശമല്ല, ഒരു റിക്വസ്റ്റ് മാത്രം, അപേക്ഷ മാത്രമാണ്. എനിക്കൊക്കെ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ, മാഡത്തിൻ്റെ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അത്രയും സന്തോഷിക്കും. ഇന്നലെ പ്രിയ മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എൻ്റെ എഴുത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സീനിയർ റൈറ്ററാണ്, 2 തവണ അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന്. എങ്കിൽ പോലും പുള്ളിക്കാരി വിളിച്ചിട്ട് മോനെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ എനിക്കെന്ത് സന്തോഷമായി. GR ഇന്ദുഭവൻ സാർ, ബെന്യാമിൻ സാർ, ഇവരൊക്കെ വിളിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ എഴുത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതൊക്കെ നല്ല വിമർശനം. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് അവരുടെ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ തിരിച്ചങ്ങനെ കാണിച്ചാൽ മതിയല്ലോ, അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ട് ഒരുപാട് നല്ല കമൻസ് ഒക്കെ ഇട്ട് ഒരുപാട് പ്രോത്സാഹനങ്ങളൊക്കെ തന്ന ആളുകൾ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ താങ്കളെ വിമർശിക്കുന്നുണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്നിട്ട് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? എനിക്ക് വായനക്കാരെൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കളിൽ ഒരു 3/4 പങ്കും എൻ്റെ ബുക്ക് വായിച്ചിട്ട് എന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവർ പണ്ട് തൊട്ട് തന്നെ, ഫേസ്ബുക്കിൽ വായന തൊട്ടുള്ളപ്പോൾ. ചില ആൾക്കാർ റാം കെയർ ഓഫ് ആനന്ദി വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഏറ്റവും മോശം പുസ്തകം എന്ന് തന്നെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സിന് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് അവരുടെ എഴുത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കാണും. എഴുത്തല്ല, വായന കുറച്ചുകൂടെ വളർന്നു കാണും. അപ്പോൾ അവരിപ്പോൾ ആദ്യമേ വായിച്ചു തുടങ്ങിയത് റാം കെയർ ഓഫ് ആനന്ദി ആയിരിക്കും. അപ്പോൾ അവർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അങ്ങനെ പോയ ബുക്കാണത്. അപ്പോൾ അവരിപ്പോൾ മേളിൽ കയറി എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വായന അവർ വളർന്നു. അപ്പോൾ അതുകൊണ്ട് അവർ താഴത്തേക്ക് നോക്കുമ്പോൾ ഈ ബുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കും, അതായത് ഇവരുമായിട്ട് ഒരു പേഴ്സണലായിട്ട് അടുപ്പമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ബുക്കുകൾക്കൊക്കെ എന്തിനാണ് അവാർഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഞാൻ പേഴ്സണലി കണ്ടതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഓൾവേസ് കീപ്പ് ഇറ്റ് സെപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ അതൊരിക്കലും വർക്കൗട്ട് ആകത്തില്ല. ഞാനെപ്പോഴും എൻ്റെ പ്രൊഫഷണലായിട്ട് മാത്രം ഞാൻ കാണത്തില്ല. റൈറ്റർ ആണെങ്കിലും ഞാൻ ഒരാൾ വന്ന് എന്നെ പരിചയപ്പെട്ടാൽ ഞാൻ അവരെ ഒരു സഹോദരിയായിട്ട് കാണും. അവരുടെ ഫാമിലീനെ പറ്റി തിരക്കും. അവരുടെ കുടുംബാംഗങ്ങൾ വരാൻ നിൽക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കും, ഫുഡ് കഴിക്കും, ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും മോശം ഇടുന്നത് കാണുമ്പോൾ നമ്മൾ ഒരു പാർട്ട് ഓഫ് ഫാമിലി അല്ലെങ്കിൽ പാർട്ട് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് എന്ന് കാണുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് ഈ പറഞ്ഞിട്ടുള്ള അവരുടെ വായന വളർന്നു കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ലളിതമായിട്ടുള്ള സാധനം അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ അതൊരു മോശമായിട്ട് അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാവും. എന്നാലും മനസ്സിലാക്കണം, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നിട്ടുള്ള ഒരു സാധനം ഒരു മറക്കരുത്. അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് ഞാനിത് ഇന്നൊക്കെയാണല്ലോ വായിച്ച് വന്നത് എന്നുള്ളത് ഒരു കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടാനോ അല്ലെങ്കിൽ അവരോട് നമുക്ക് ഉപദേശം കൊടുക്കാനോ പറ്റില്ല. അത് അവർ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ഞാനത് മനസ്സിലാക്കി അതിൻ്റെ അകത്തുനിന്ന് ഒരു പോസിറ്റിവിറ്റി എടുത്തത് അവരുടെ വായന വളർന്നിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ബുക്കിൻ്റെ പേരിൻ്റെ കൂടെ റാം എന്നുള്ളത് കൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു അവാർഡ് തന്നത് എന്ന് വരെയുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ അതൊരു പൊട്ടത്തരമാണ്. എന്താന്ന് പറയാനായിട്ട് റാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എല്ലാവർക്കും റാമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഗോഡ്സിന്റെ പേര് പറഞ്ഞിട്ട് ബുക്ക് എഴുതുന്ന എല്ലാവർക്കും അവാർഡ് കിട്ടണ്ടേ? പിന്നെ ഇതിൻ്റെ അകത്ത് ജൂറി മെമ്പേഴ്സ് എന്ന് പറയുന്നത് പലരുടെ വിചാരം ഹിന്ദിക്കാരെന്തോ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഉള്ള ആരോ തിരഞ്ഞെടുത്തു എന്നാണ്. കേരളത്തിലുള്ള നല്ല വിദഗ്ധരായിട്ടുള്ള ഞാൻ സത്യം പറഞ്ഞ ജൂറി മെമ്പേഴ്സിനെ ഞാൻ ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ഇവരെ പറ്റി അന്വേഷിക്കുന്നത്.
അപ്പോൾ അന്വേഷിച്ചത് വെച്ചിട്ട് അവർ അധ്യാപകരൊക്കെയാണ്, ടീച്ചേഴ്സാണ്. അപ്പോൾ ഇത്രയും വർഷം പഠിപ്പിച്ച് അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ വരെയാണ് അവർ, അല്ലെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. പെട്ടെന്ന് ഒരാളെ കൊണ്ടൊന്നും ഒരിക്കലും ജൂറി മെമ്പർ ആകത്തില്ല അവർ. അപ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ളതാണ്, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ എറിയുന്ന കല്ലുകൾ വെറൈറ്റി കല്ലുകൾ വേണമല്ലോ, വലുതും ചെറുതുമായിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ കല്ലാണ് റാമെന്ന് പറഞ്ഞത്, അത് ഞാൻ ഏറ്റുവാങ്ങുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. രാമെന്ന് അങ്ങനെ കിട്ടുന്ന ബുക്ക് വായിച്ചവർക്ക് അറിയാം ഇതെന്താണെന്ന്. ഈ രാമനെ പറ്റിയോ ശ്രീരാമനെ പറ്റിയിട്ടോ ഒന്നുമല്ല, ആ ഒരു കഥാപാത്രത്തിന്റെ പേര് റാം. എനിക്ക് റാം എന്ന് പറഞ്ഞ പേര് ഇഷ്ടമാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ 96-ലെ റാം എടുത്താൽ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ദൈവത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നത്. അല്ല, ആ ഒരു കഥാപാത്രം. ഇതിൻ്റെ അകത്ത് റാം ഒരിക്കലും ഒരു ദൈവവിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ദൈവത്തിൻ്റെ റെഫറൻസ് ഓർ എന്തോ പ്രാർത്ഥിക്കുന്ന എന്തോ ഒരു മൊമെൻ്റ് എങ്ങാണ്ടുണ്ട് ഏതോ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ അതും എന്നെ എറിയാനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ഓക്കെ, നടക്കട്ടെ. ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എം സ്വരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുത്തുകാരൻ വിശാഖൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് വി.ഡി. സതീശനായാലും കൽപ്പറ്റ നാരായണനായാലും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വൈശാഖൻ പറയുന്നതനുസരിച്ച് കുറച്ച് ബുദ്ധിയുള്ളവരാണ് സാഹിത്യകാരന്മാർ, ബുദ്ധിയുള്ളവരാണ്. അവരെ എന്തിനോട് പ്രതികരിക്കണം എന്തിനോട് പ്രതികരിക്കേണ്ട എന്ന് തിരിച്ചറിയാൻ കെൽപ്പുള്ളവരാണെന്ന് പറയുന്നു. അത്തരത്തിൽ സാഹിത്യകാരന്മാർ മറ്റ് പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ പറ്റി താങ്കൾക്കുള്ള അതിനോടുള്ള ഒരു യോജിപ്പോ അല്ലെങ്കിൽ വിയോജിപ്പോ ഉണ്ടോ? ഞാനങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്നതെന്ന് പറയാനായിട്ട്, ഞാനിപ്പോൾ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോകും, കോൺഗ്രസിൻ്റെ വിളിച്ചാലും പോകും, ഇപ്പോൾ BJP-യിലുള്ളത് വിളിച്ചാലും ഞാൻ പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും. പക്ഷെ ഞാനൊരു പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല, ഇതുവരെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ഒന്നിലും എടുത്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ വ്യക്തികളെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പോലും ഒരാൾ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്ടിയല്ല, അവരെങ്ങനെയാണ് മനുഷ്യരോട് ഇടപെടുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. എൻ്റെ വോട്ട് അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ ഒരാൾ ഇടപെടുന്നത് നമുക്ക്, അത് ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഒരാളുടെ രാഷ്ട്രീയം. അതിപ്പോൾ എഴുത്തുകാരനെന്നോ ഒന്നുമില്ല, ആക്ടറെന്നോ. ആക്ടേഴ്സ് എത്ര പേര് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. എഴുത്തുകാർ ഇറങ്ങുന്നതിന് എനിക്കൊരു വിയോജിപ്പില്ല. ഇപ്പം സ്വരാജ് സാറ് നല്ലൊരാളാണെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കും. അതിപ്പോൾ എത്ര എഴുത്തുകാരോ അല്ലെങ്കിൽ എത്ര സിനിമാ പ്രവർത്തകരോ വന്ന് പ്രചരണം നടത്തുന്നില്ല, സാധാരണ ജനക്കാരാണ്, ആളുകളാണ് വോട്ട് ചെയ്യുന്നത്. നമ്മുടെ അവകാശമാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരാൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞ കണക്ക് എഴുത്തുകാരൊന്നും ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എഴുത്തുകാർ മനുഷ്യരാണ്, അവർക്ക് വോട്ടവകാശമുള്ളതാണ്, അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉള്ളവരുണ്ടാവും. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ലെന്നും പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയം പറയുന്നവരെ എനിക്കൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭവം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ നിൽക്കുന്ന ആളോട് താല്പര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇപ്പോൾ അടുത്ത സുഹൃത്താണ്, ഇപ്പോൾ ഏത് പാർട്ടി നിന്നാലും ഞാൻ ചിലപ്പോൾ അവന് വേണ്ടി ആശംസകൾ അറിയിക്കും. എൻ്റെ വോട്ട് ഏതാണെങ്കിൽ ഞാൻ ഇന്ന ആൾക്ക് ചെയ്യുമെന്ന് ഞാൻ പറയും. സോ ഓഫ് കോഴ്സ് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ബന്ധമുള്ളവർ, ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർ അങ്ങനെ ചെയ്യുന്നതിനൊരു വിരോധവും ഇല്ല. ഞാനതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, അത് ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ്. അപ്പോൾ ആ സമയത്ത് റൈറ്റർ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അയാൾ ഒരു വ്യക്തിയാണ്, അയാൾക്കുമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് കാണുക, അത്രയേ ഉള്ളൂ. പിന്നെ പൊതുകാര്യങ്ങൾ എഴുത്തുകാർ ഇടപെടണം. പക്ഷെ എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് അറിവുകൾ പലപ്പോഴും കുറവാണ്. അപ്പം ഞാനതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ പ്രതികരിക്കാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ ഒരു സാധനത്തിന് രണ്ട് സൈഡുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് വരികയാണ്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ഇടുമായിരുന്നു. ഇത് കഴിയുമ്പോഴാണ് തിരിയുന്നത് ഇതൊരു ഫേക്കായിട്ടുള്ള ഇതാണെന്ന്. പെട്ടെന്ന് എല്ലാവരും ആൺകുട്ടിയുടെ സൈഡിലാവും. അപ്പോൾ ഈ ഇട്ട സാധനം മൊത്തം നമുക്ക് നേരെ നെഗറ്റീവായിട്ട് വരും, നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പം ഞാനൊരു സാധനം നോക്കും, ഇതെന്താണ് ഏതാണ്. ഇപ്പോൾ ഈ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എന്താണ് ഫേക്കായിട്ട് നടക്കുന്നത്. ഇപ്പോൾ പോക്സോ കേസ് പോലും കഴിഞ്ഞ ദിവസം ഒരു കേസ് ജയിച്ചു. ഒരു കുട്ടി അമ്മയും കൂടെ ചേർന്നിട്ട് ഒരു യുവാവിനെതിരെ കൊടുത്തതാണ്. അയാളുടെ ജീവിതം എത്ര വർഷം പോയി, ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും കാണുന്നത്. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയനെ ഇതുപോലെ തന്നെ കുടുക്കിയിട്ടുണ്ട്. പുള്ളിനെ നാട്ടുകാർ കാണുമ്പോൾ ആ ഒരു കണ്ണോടുകൂടിയേ കാണത്തുള്ളൂ. നമുക്കും വീട്ടിൽ കുട്ടികളുണ്ട്. ആ പയ്യൻ ഒരു വീട്ടിൽ പോയിരിക്കുമ്പോൾ അവനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ആൾക്കാർ മാറ്റിയിരുത്തുമ്പോൾ അവനൊരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന്, ഞാൻ പണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പ്രതികരിക്കുമായിരുന്നു. പക്ഷെ ഞാനത് പഠിച്ചു, അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് അറിയണം.
അതിനുശേഷം അതിന് 2 വശങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക, ആ വശം കൂടി മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക. അപ്പോൾ അതിൽ എഴുത്തുകാർക്കും പ്രതികരിക്കാം, ആർക്കും വേണമെങ്കിലും പ്രതികരിക്കാം. ഇപ്പം ഇത്രയും വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്തും താങ്കളുടെ മനസ്സ് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്താ ചിന്തിക്കുന്നത് ശരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അവാർഡിനെ പറ്റിയിട്ട് കൂടുതൽ ധാരണയില്ല. ഇതിപ്പോൾ എവിടെയാണ് കൊടുക്കുന്നത്, എവിടെ വെച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിലായിട്ടും അഡ്രസ്സിലേക്ക് വരത്തേ ഉള്ളൂ. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു, കഴിഞ്ഞ തവണ എനിക്ക് അവാർഡ് കിട്ടിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് ആശംസകൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് വേണം എനിക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട്. മനസ്സിൽ പക്ഷേ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ മരണപ്പെട്ടാലും എന്നെ അറിയപ്പെടാനുള്ള ഒരു സംഭവമാണ്, എൻ്റെ ഒരു സിഗ്നേച്ചറാണത്. അപ്പോൾ ഞാൻ ഈ എഴുത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു ബുക്കെങ്കിലും എൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ ഒരു സിഗ്നേച്ചറാണത്. അപ്പോൾ ഒരു അവാർഡ് എന്ന് പറയുന്നത് വലിയൊരു സിഗ്നേച്ചറാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എഴുത്തിലും വായനയിലൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടാണ് അവാർഡ്. ഇപ്പോൾ വായനാ ദിനമാണ് കടന്നുപോയത്. ഇത്തലമുറയിലെ വായന നശിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ആയിരുന്നു എൻ്റെ ബുക്കുകൾ ഇത്രയും കോപ്പികൾ പോകത്തില്ല. ഒരു സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള വായന ഒന്ന് ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ എഴുത്തുകാർ അല്ലെങ്കിൽ ഇതേ വിമർശകർ പറയും വായനയില്ല, വായന തീർന്നു, ഇനി ഡിജിറ്റൽ യുഗമാണ്, ഈ പിള്ളേർക്ക് എന്താ വായിക്കാത്തത്, എല്ലാവരും മന്ദബുദ്ധികളാന്ന് വരെ പറയുന്നവരുണ്ട്, ഈ ഫോൺ നോക്കി നടക്കാതെ അറിയത്തുള്ളൂ. ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ഇതേ കാര്യം പറയുന്നത്, ഇവരിങ്ങനെയുള്ള ബുക്കുകളാണ് വായിക്കുന്നത്. അവരെന്ത് ബുക്ക് വേണമെങ്കിലും വായിക്കട്ടെ, ഫോണിൽ നിന്നൊന്ന് കണ്ടെടുത്തിട്ട് ബുക്ക് വായിക്കാനായിട്ട് സമയം കണ്ടെത്തിയല്ലോ പോട്ടെ. അതിനുശേഷം അവരതിൻ്റെ അഭിപ്രായം കുറിക്കാനായിട്ട് ആ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ചല്ലോ, അതൊന്നും കാണില്ല. അപ്പോൾ ഈ പറഞ്ഞ വിമർശനം എന്ന് പറയുന്നത് ഒരിക്കലും വായന മരിക്കുന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടുമ്പോൾ, അത് എന്താണെന്നല്ല, ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്, അവരതിൽ നിന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ പറയുന്ന തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ പുസ്തകങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതിൽ നിന്ന് കയറി അവർ അവിടെ എത്തിക്കോളും. അതിനുള്ള ഒരു ടൈം കൊടുക്കുക. അതുപോലെ ഞങ്ങളെ കണക്കുള്ള ലളിതമായിട്ട് എഴുതുന്ന ആൾക്കാരോട് ഒരുപാട് വിദ്വേഷം ഇല്ലാതെ പ്രോത്സാഹനം തന്നില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക, ആ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാരെ വായിപ്പിച്ച ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടായാലും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പുഷ് കണ്ടിട്ടായാലും ഒക്കെ ഈ ബുക്ക് എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് വാങ്ങി വായിച്ചവരുണ്ട്. അതിനുശേഷം വായന തുടർന്നവരുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരെല്ലാവരും കൂടുന്നുണ്ട്. ഇതിനെയൊക്കെ ഏത് രീതിയിൽ താങ്കളുടെ പുസ്തകമായി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ KLF കഴിഞ്ഞ 2024 ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അതായത് എൻ്റെ ബുക്ക് വായിച്ച ഒരു 10 പേരെങ്കിലും പ്രോഗ്രാം കാണാൻ വന്നില്ലെങ്കിൽ എനിക്കതൊരു പ്രോഗ്രാം പരാജയമാവുമല്ലോ എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ എന്നെ പ്രോഗ്രാമിന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ബുക്ക് വായിച്ചാരും വരാൻ പോകുന്നില്ല. അന്ന് ഇത്രയും റാം കെയർ ഓഫ് ആനന്ദി ഒരു 16 എഡിഷൻ വന്നെങ്കിലും നാട്ടിലുള്ളവരൊക്കെ അല്ല പുറത്തുള്ളവരൊക്കെ ആയിരിക്കും വായിച്ചത്. എങ്കിലും ഇത്രയും എഫേർട്ട് എടുത്ത് ടൈം കളഞ്ഞ ആരാണ് വരാൻ പോകുന്നത്? പിന്നെ എൻ്റെ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് അവേഴ്സിലാണ്. ഞാൻ പറഞ്ഞു ആരും വരാൻ പോകുന്നില്ല, എന്നാലും ഞാൻ വരാം. അങ്ങനെ പോയിരുന്നതാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സ്റ്റേജിൽ കയറി ഇരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ കാണാനായിട്ട് വന്ന ഒരു വലിയ ജനക്കൂട്ടം ഉണ്ട് അവിടെ. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ആർജവമാണ് നമുക്ക് കിട്ടുന്നത്, എഴുതാനും ബുക്കുകൾ പബ്ലിഷ് ചെയ്യാനും അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോ ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ പ്രൊഫൈൽ എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒരെണ്ണം ആ ഒരു വീഡിയോ, അന്നത്തെ വീഡിയോ ആണ്. അന്ന് കുറേ ആൾക്കാർ വന്നിട്ട് സൈൻ മേടിച്ചു. ആ ഒരു വീഡിയോ ചില സമയം ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് അതിരുന്നിട്ട് കാണും. അതൊരു സന്തോഷമാണ്. ഇത്രയും ആൾക്കാർ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്, എൻ്റെ എഴുത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൾക്കാരെ കാണിക്കാനല്ല, എനിക്ക് തന്നെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പുതിയ എഴുത്തുകാരാണെങ്കിൽ പോലും ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വന്ന വഴികൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്നിൽ നിന്ന് വന്നതല്ല, സീറോയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 1% അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അഖിലിൻ്റെ തുടക്കം നോക്കുകയാണെങ്കിൽ തന്നെ എഴുതിയ പുസ്തകങ്ങളെല്ലാം ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മെർക്കുറി ഐലൻഡ് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെ വിമർശനങ്ങളുണ്ടായിരുന്നു. കളിക്കുടുക്ക സാഹിത്യം എഴുതി എന്നുള്ള രീതിയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ തന്നെ അത് എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രായമുള്ള ആളുകൾ വരെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു നോവല് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്തരം വിമർശനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യമേ ഫേസ്ബുക്കിൽ എഴുതുന്ന സമയത്ത് കുറേ ആൾക്കാർ വിമർശിച്ചു, ഫേസ്ബുക്കിൽ ഇതിനുള്ള സ്പേസ് ആണോ, കഥ എഴുതാനുള്ള സ്പേസ് ആണോ എന്ന് പറഞ്ഞു. ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ ആൾക്കാർ പറഞ്ഞു, ബുക്ക് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാ കമ്പനികളും പബ്ലിഷിംഗ് കമ്പനികളും എൻ്റെ ബുക്ക് റിജക്റ്റ് ചെയ്തു.
ഒരുപാട് പേർക്ക് അറിയാവുന്ന കഥയാണ്. ഞാൻ ആദ്യമേ എൻ്റെ ഓജോ ബോർഡ് പല കമ്പനികളെ അപ്രോച്ച് ചെയ്തെങ്കിലും അവർ എല്ലാം റിജക്റ്റ് ചെയ്തൊരു ബുക്കാണ്. ഞാനിത് സെൽഫ് പബ്ലിഷ് ചെയ്തത് തന്നെ വായനക്കാരുടെ സപ്പോർട്ട് കൂടുകയാണ്. അപ്പോൾ ഇത് സെൽഫ് പബ്ലിഷ് ചെയ്തപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഒരു പബ്ലിഷിംഗ് കമ്പനി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ചിലർ ഭയങ്കര ഏത് തെണ്ടിക്ക് വേണമെങ്കിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. അന്ന് എനിക്ക് പ്രായം തന്നെ ആയിരിക്കുന്നു, 10-20 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, ഇതെങ്ങനെ വിൽക്കും. അപ്പോൾ എൻ്റെ വിചാരം ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാളുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വിൽക്കുമെന്നാണ്. ഞാൻ എൻ്റെ ജില്ല ആലപ്പുഴ പോലും ഒരു സ്റ്റാളിൽ എനിക്ക് വെക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു സ്വന്തമായിട്ട് അച്ചടിച്ചല്ലേ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് പബ്ലിഷിംഗ് കമ്പനിയുടെ ലേബൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ്. ഇന്ന് അത് അങ്ങനെ മാറിയിട്ടുണ്ട്, സെൽഫ് പബ്ലിഷ് ചെയ്താലും എത്തും. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ഏത് തെണ്ടിക്ക് വേണമെങ്കിലും പബ്ലിഷ് ചെയ്ത് ബുക്ക് ഇതാണ്. പിന്നെ ബുക്ക് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആമസോണിലൊക്കെ ബെസ്റ്റ് സെല്ലർ ആയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇത് മാർക്കറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. അടുത്ത കുറ്റം. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബുക്ക് DC ബുക്സ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ DC ബുക്സിനായി കുറ്റം. ഈ ഇവൻ്റെയൊക്കെ ബുക്ക് വരെ DC ബുക്സ് ചെയ്യുന്നു, എന്ത് ചവറും ചെയ്യുമെന്നായി. ഇത് കഴിഞ്ഞിട്ട് ഈ സാധനം ബുക്ക് ഭയങ്കരമായിട്ട് പോയി തുടങ്ങിയപ്പോൾ പിന്നായി വായനക്കാരുടെ മേലിലായി കുറ്റം. ഇങ്ങനെയുള്ള ബുക്കുകളാണോ വായനക്കാർ വായിക്കേണ്ടതെന്നായി. ഇപ്പൊ അവാർഡ് കിട്ടിയപ്പോൾ പറയുന്നത് ജൂറിനെ കംപ്ലൈന്റ് പറയുന്നു. ജൂറികൾ അവാർഡ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ബുക്കുകൾക്കാണ്. ആൾക്കാരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചത് ഇതാണ്, ഒരു വിഭാഗം ആൾക്കാർ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അവരുടെ ആ ജീവിക്കുന്നതിനിടയിൽ അവർ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കുക. അതിപ്പോൾ ഇതിൽ മാത്രമല്ല, ഏത് ഫീൽഡാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കുറ്റം പറയുക. അവർ അതിനുശേഷം മരണപ്പെട്ടു പോകുന്നു. അവരുടെ തലമുറ മക്കളിലൂടെ മാത്രമേ ഓർക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് തളരാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഓരോരോ സിഗ്നേച്ചറിൻ്റെ പേരില്ല. ബുക്കുകൾ എന്തെങ്കിലും അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലാണ്. ഈ ഇവരെ ശ്രദ്ധിക്കേണ്ട, നെഗറ്റിവിറ്റി ശ്രദ്ധിക്കേണ്ട, പോസിറ്റിവിറ്റിയിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്. പിന്നെ ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നത്, നെവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ. ഒന്നും വേണ്ട. കൂട്ടുകാരിൽ നിന്നാണെങ്കിലും നാട്ടുകാരിൽ നിന്നിട്ടാണെങ്കിലും ഒന്നും വേണ്ട. നമ്മളത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും, ഉറപ്പാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ എക്സ്പെക്ട് ചെയ്യുക, എന്തെങ്കിലും കിട്ടും, നമ്മുടെ ബുക്ക് പബ്ലിഷ് ആവും, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ ആകാൻ പോകണമെങ്കിൽ ഞാൻ ആക്ടർ ആവും, ഒരു സിംഗർ ആകാൻ പോകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സിംഗർ ആവും. അതിൽ എക്സ്പെക്ടേഷൻ കൊടുക്കുക, മറ്റുള്ളവരിൽ മനുഷ്യരിൽ എക്സ്പെക്ടേഷൻ കൊടുക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബുക്കുകളൊന്നും വലിയ സാഹിത്യ സൃഷ്ടികളല്ല, എല്ലാം വളരെ സിമ്പിളായ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഈ ബുക്ക് എഴുതണം അല്ലെങ്കിൽ അത് വിൽക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ മാർക്കറ്റിംഗ്, നേരത്തെ പറഞ്ഞു മാർക്കറ്റിങ്ങിൻ്റെ കാര്യം, അത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെ എല്ലാവിധ പ്ലാറ്റ്ഫോമുകളും താങ്കൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിന്തകളൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഇത് ഞാൻ ഒന്ന് ഫേസ്ബുക്കിൽ പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത്. അന്ന് ആർക്കും അറിയത്തില്ല ഫേസ്ബുക്കിൽ ഇത്രയും വലിയ പാരഗ്രാഫുകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും പലർക്കും. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കഥ പേജ് തുടങ്ങുമ്പോഴും ഞാൻ പലരെയും എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും കുറേ കൂട്ടുകാരെ എഴുതാൻ താല്പര്യമുള്ളവരൊക്കെ കഥ അതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഒരു പേജായിരുന്നു അത്. അപ്പോൾ പോലും ഈ പറയുന്ന മാറ്റങ്ങൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അയ്യോ ഇത് ഫേസ്ബുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ ഇങ്ങനെയുണ്ട്, യൂസ് ചെയ്യാം. ഫോൺ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും ഒരുപാട് പേരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ആണ്. എത്രയോ കുട്ടികൾ ഇപ്പോൾ റീൽസ് വഴി പൈസ ഉണ്ടാക്കുന്നുണ്ട്, എത്രയോ പ്രോഡക്ട്സിനെ റിവ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ട് പറ്റുമായിരുന്നു ഇല്ല. അതൊക്കെ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും ഞാനൊന്നും ചെയ്തതല്ല, ആൾക്കാർ തന്നെ റീൽസ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അവര് ബുക്ക് വായിച്ചതിൻ്റെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിച്ചു. അത് സോഷ്യൽ മീഡിയ അത്രയും റീൽ എന്ന് പറഞ്ഞ ഒരു സാധനം അത്രയും ബുക്കിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായമായി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ എല്ലാം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഫേസ്ബുക്ക് തൊട്ട് തന്നെ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ AI വന്നിട്ട് മോശമായിട്ട് ഉപയോഗിക്കാൻ, നന്നായിട്ട് ഉപയോഗിക്കാം അല്ലേ. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വരെ മാറ്റാം. ഒരുപാട് പേരുടെ ജോലി പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ എന്താവും എന്നറിയില്ല. എന്നാലും അതുപോലും നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പല മേഖലകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റിവിറ്റി നോക്കുക, നെഗറ്റീവ് സൈഡ് മാറ്റി നിർത്തുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ അവൻ്റെ പുസ്തകങ്ങളും കൊണ്ടിട്ട് അത് വിൽക്കാൻ വേണ്ടി നാട് തോറും നടക്കുക അല്ലെങ്കിൽ രാജ്യങ്ങൾ താണ്ടി പുറത്തു പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. അത്തരമൊരു റിസ്ക് ഏറ്റെടുത്തത് എങ്ങനെയാണ്? എൻ്റെ പുസ്തകങ്ങൾ ആളുകളിലേക്ക് എത്തണം എന്നുള്ള സ്വയം ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണോ? അത് എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ബുക്ക് ആദ്യത്തത് ഓജോ ബോർഡ് പബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ
ബുക്ക് സ്റ്റാളിൽ വെക്കാനായിട്ട് ആദ്യം ആലപ്പുഴയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോൾ അവർ വെക്കില്ല എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഒന്ന് വായിച്ചു നോക്കാവോ, നമുക്ക് അതിന് സമയമില്ല വായിക്കാനായിട്ട്. പിന്നെ എറണാകുളത്ത് പലയിടത്തും പോയി, കോഴിക്കോടൊക്കെ പോയി നോക്കിയിട്ടുണ്ട് പല സ്റ്റാൾസിലും, പക്ഷെ ഒരാൾ പോലും എടുത്തില്ല. ഇങ്ങനെ അവസ്ഥയായപ്പോഴാണ്, വീട്ടിലാണെങ്കിൽ വീട് കുഞ്ഞു വീടാണ്, ചെറിയ വീടാണ്. അപ്പോൾ അവിടെ ബുക്കുകൾ 1000 ബുക്ക് പ്രിന്റ് ചെയ്ത ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുക. അപ്പോൾ കട്ടിലും ഇട്ട് ടി വിയും വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ സ്ഥലമില്ല, 2 മുറിയേ ഉള്ളൂ അടുക്കളയായിട്ട്. അപ്പോൾ അച്ഛനും ഇങ്ങനെ നടക്കാനും സ്ഥലമില്ല, ഇത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാനിങ്ങനെ നോക്കിയിരുന്ന അവസാനം ബുക്കുകളുമായിട്ട് ഞാൻ നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ചെന്നു. KSRTC ബസ് നിർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ കണ്ടക്ടർ ചോദിച്ച് ടിക്കറ്റ് എടുത്താൽ ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് പൈസ ഡിസ്കൗണ്ട് ചെയ്ത് തരാം, ഇത് എൻ്റെ ബുക്കാണ്. ചിലർ സഹതാപം കൊണ്ട് വാങ്ങിയവരുണ്ട്, ചിലർ പിന്നെ KSRTCയിൽ പോകുന്നവരാണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ പറയുമ്പോൾ മോനെ ഇത്രയേ ഉള്ളൂ, അങ്ങനെ കുഴപ്പമില്ല, ഇത് വായിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഒരു വാക്ക് ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് കുറിക്കണേ എന്ന് പറയും. ചിലർക്ക് ഫേസ്ബുക്കേ ഉണ്ടാകത്തില്ല, എങ്കിലും ഉള്ളവരൊക്കെ റിവ്യൂസ് ഇട്ട് തുടങ്ങി. അങ്ങനെ പയ്യാണ് ഇത് സ്റ്റാളുകളിലേക്ക് അന്വേഷണം വന്നത്. ഇങ്ങനെ ഒരു ബുക്കുണ്ടല്ലോ, നിങ്ങൾ എടുത്തില്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞു വിട്ട സ്റ്റാൾസ് നമ്മുടെ ബുക്ക് എടാ അന്ന് നീ കൊണ്ടുവന്ന ആ ആളല്ലേ, ആ നമ്പർ തപ്പി എടുത്ത് വിളിച്ചതാണ്, ഒരു 5 കോപ്പി കൊണ്ടുവന്ന് വെച്ചോ. അങ്ങനെ 5 കോപ്പി പിന്നെ 50 കോപ്പിയായി, 100 കോപ്പിയായി. കോഴിക്കോട് അമാൻ ബുക്സ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അവരൊരു തവണ 500 കോപ്പി എൻ്റെ നിന്ന് എടുത്തു. അതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ഒരു, അതായത് ഞാൻ അന്ന് ആ ഒരു എഫേർട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുനടന്ന് വിൽക്കാനാല് ട്രെയിനിലൊക്കെ കൊണ്ടുനടന്ന് വിറ്റിട്ടുണ്ട്. ആ ഒരു എഫേർട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആരും നമ്മളെ കൊണ്ടുവന്ന് മോനെ നിന്റെ ബുക്ക് പബ്ലിഷ് ആയല്ലോ ഞാൻ വിറ്റ് തരാമെന്നും പറഞ്ഞാൽ ആരും വരാൻ പോകുന്നില്ല. നമ്മുടെ തോണി നമ്മൾ തന്നെ തുഴയണം. കുറേ നാൾ കഴിയുമ്പോഴേക്കും അതൊരു ഹൗസ് ബോട്ടായി മാറും. അപ്പൊ ആൾക്കാർ അതിൻ്റെ അകത്തോട്ട് വരും, നമ്മളെ സന്തോഷത്തോടുകൂടി നമ്മളെ സ്വീകരിക്കും. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഒരു തോണിയിൽ നിന്നിട്ട് ഞാൻ തുഴഞ്ഞ് തന്നെ തുഴഞ്ഞാണ്. ഇപ്പൊ ഒരുപാട് പേരൊപ്പം ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും തുഴയാനും ഒക്കെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ബുക്ക് എഴുതി നമ്മൾ അത് പണമാക്കുക അല്ലെങ്കിൽ അതിനൊരു വരുമാനം കണ്ടെത്തുക എന്ന് പറയുന്നത് അതിനെക്കാട്ടി റിസ്ക് ഉള്ള ഒരു സംഭവമല്ലേ? അതെ തീർച്ചയായിട്ടും. അതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം അതൊരു വരുമാനമായിട്ടല്ല കണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള അന്ന് ജോബോർഡിന് 160 രൂപ ആണ്. അപ്പോൾ അന്നൊരു 50 രൂപ തന്ന ഒരു ചേച്ചി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറെ ചില്ലറയും കീറിയ 10 നോട്ടൊക്കെ തന്നിട്ട് അവർ എൻ്റെ ഇത്രയേ ഉള്ളൂ, ഇതിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ വായിച്ചോ എന്നിട്ട് പറഞ്ഞു മക്കളെല്ലാം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പറയണേ വായിച്ചിട്ടെന്നൊക്കെ. അപ്പം ബസ്സിൽ ഒരു തവണ തൃശ്ശൂർ വെച്ചിട്ടാണ് ഒരാൾക്ക് ഞാനിങ്ങനെ ബസ് വിടാനായിട്ട് ഇരിക്കുക. അപ്പോൾ സംസാരിച്ച് കുറേ കഴിഞ്ഞിട്ട് ബുക്ക് വാങ്ങുന്നത്. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഓട്ടോഗ്രാഫ് അപ്പോഴും ചെയ്യുന്നതിനെ പറ്റി ധാരണയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു ഓട്ടോഗ്രാഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താ എഴുതണ്ട? അപ്പോൾ പറഞ്ഞു വിത്ത് ലവ് അഖിൽ എന്ന് പറഞ്ഞിട്ട്, അഖിൽ പി ധർമ്മൻ എന്ന് പറഞ്ഞ് എഴുതാനുണ്ട്. അപ്പോൾ വിത്ത് ലവ് എഴുതി AKH വരെ വന്നപ്പോൾ ബസ് ഇട്ടു. അപ്പം ഞാൻ ഇങ്ങനെ താഴെ നിന്നിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ആ സൈൻ ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു ദിവസം അദ്ദേഹം മെസ്സേജ് അയച്ചു, എടാ സൈൻ ചെയ്യാത്ത ഫുൾ കംപ്ലീറ്റ് ആകാത്ത ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, അത് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, അദ്ദേഹം ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട് ബസ്സിൽ നിന്നിട്ട് ബുക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതൊരു പണത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശസ്തി കിട്ടുമെന്നല്ല, ഒരു ആഗ്രഹം. എൻ്റെ കയ്യിൽ ഇത് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് പണ്ടേ ടാറ്റു ചെയ്തതാണ്. അന്ന് ഞാൻ ഒന്നുമല്ല. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും റൈറ്റർ ആവണമെന്ന്. അന്നത്തെ കാലത്ത് ആരും ബുക്ക് എഴുതാനും ഒന്നുമില്ല. അപ്പം റൈറ്റർ എന്ന് പറഞ്ഞ ആൾക്കാർ വട്ടാന്ന് പറയും. ഈ കാലത്തൊക്കെ ആരാണ്, ഇതിൻ്റെ അതൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം എനിക്ക് ഇപ്പോൾ 10 രൂപ കിട്ടിയാലും, ഞാൻ മെക്കാനിക്കാണ് പഠിച്ചത്, ഞാൻ മെക്കാനിക്കായിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാലറി കിട്ടി, ഗൾഫിൽ പോകാനായിട്ട് നിൽക്കുക, അപ്പം നല്ലൊരു സാലറി കിട്ടും. എങ്കിലും ഞാൻ ചിന്തിച്ചത് എൻ്റെ സന്തോഷത്തിൽ ഞാനൊരു കാര്യം ചെയ്യുന്നു, എൻ്റെ ക്രിയേറ്റിവിറ്റിയിലൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 10 രൂപ കിട്ടിയാലും, അപ്പുറത്ത് മറിച്ച് എനിക്ക് 1000 രൂപ കിട്ടുന്ന ഒരു ജോലി ഉണ്ടാവും. പക്ഷെ ഇവിടെ 10 രൂപ കിട്ടിയാലും എനിക്ക് കഞ്ഞി കുടിച്ചിട്ട് പോകാം. പക്ഷെ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് പൈസ അല്ല ആദ്യമേ നോക്കിയത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയതാണ്. അഖിലിൻ്റെ ബുക്കുകളൊക്കെ എഴുതിയതെല്ലാം വളരെ കുറച്ച് ബുക്കുകളെ ഉള്ളൂ എങ്കിലും അപ്പോൾ അതിൽ ഓരോന്ന് പബ്ലിഷ് ചെയ്തതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇന്നേ വരെ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ ബുക്ക് പബ്ലിഷ് ചെയ്ത ഒരു ചുടുകാട്ടിൽ വെച്ചിട്ടായിരുന്നു. അതുപോലെ മെർക്കുറി ഐലൻഡ് പബ്ലിഷ് ചെയ്ത ഒരു ഐലൻഡ് വെച്ചിട്ടായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദി പബ്ലിഷ് ചെയ്തത് ആ കഥ തുടങ്ങുന്ന ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പം പുതിയ പുസ്തകം വന്നിരിക്കുന്നത് രാത്രി 12 ശേഷം, അത് പബ്ലിഷ് ചെയ്തതും അതുപോലെ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്വയം ഒരു തെരഞ്ഞെടുക്കൽ നടത്തിയത്? എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണോ? ആദ്യമേ വ്യത്യസ്തതയൊന്നും അല്ല, ആ അവസ്ഥ കൊണ്ടായിരുന്നു. ഈ ഓജോബോർഡ് ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് പബ്ലിഷ് ചെയ്തപ്പോൾ ഞാനൊരു ഹാള് പോയിട്ട് വാടകയ്ക്ക് തിരക്കി. പിന്നെ ഒരു റൈറ്ററിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ ഭയങ്കര വലിയൊരു തുകയാണ് പറഞ്ഞത്. ഹാളിനാണ്, റൈറ്ററിന് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ആള് ദൂരത്ത് നിന്ന് വരുന്നതാണ്, അത് അഫോർഡബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഹാളിന് ഭയങ്കര പൈസ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുക എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓജോ ബോർഡ്, ഇതിൻ്റെ അകത്ത് വരുന്ന ശ്മശാനമല്ലോ, നമുക്ക് ശ്മശാനത്തിൽ ചെയ്താലോ. അപ്പം തന്നെ എനിക്കിട്ട് ഒരു അടി തന്നു.
പട്ട് പറയാതെ. അപ്പം പറഞ്ഞു ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ടൗണിൽ, ആലപ്പുഴ ടൗണിൽ മുനിസിപ്പാലിറ്റിയുടെ ആണ്, അങ്ങനെ ഞാൻ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി എനിക്ക് വേണ്ടി ശ്മശാനം ഒന്ന് 10 മിനിറ്റത്തേക്കെങ്കിലും തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരിങ്ങനെ വായിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇത് ബുക്ക് സത്യമായിട്ടുണ്ട്, ബുക്ക് ആണ്. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ ആ ഒരു കുട്ടിക്കാലത്ത് കുറേ നാൾ താമസിച്ചൊരു വീടിൻ്റെ സൈഡിലാണ് ഈ ശ്മശാനം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത്, അവിടെ പ്രശ്നങ്ങളൊന്നും നടക്കരുത്, അങ്ങനെയാണെങ്കിൽ പോയി ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ തന്നു. ആ ഒരു ധൈര്യം അന്ന് എനിക്ക് തോന്നുന്നത് മേഴ്സി എന്ന് പറഞ്ഞിട്ട് അന്ന് തോന്നുന്നു പുള്ളിക്കാരിയായിരുന്നു തോന്നിയിരുന്നത് അവിടെ. പുള്ളിക്കാരി വന്ന ആ ഒരു സപ്പോർട്ട്. പിന്നെ അങ്ങ് വന്നു നേരെ പബ്ലിഷ്. അപ്പം ഞാൻ കർക്കിടക മാസമാണ്. അപ്പം അച്ഛൻ പറഞ്ഞു കർക്കിടകത്തിൽ ഒന്നും നല്ലത് ചെയ്യാൻ കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ ശ്മശാനത്തിലാണ് ചെയ്യുന്നത്, പിന്നെ എന്ത് പറയാനായിട്ടാണ്. എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലിട്ടപ്പോൾ ഞാൻ വിചാരിച്ച കുറേ ആൾക്കാർ ചീത്ത പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ശ്മശാനത്തിൽ ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ ശ്മശാനത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഫേസ്ബുക്കിൽ കഥ വായിച്ച ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വന്ന് അവിടെ നിൽക്കുകയാണ്. പിന്നെ കുറെ അപ്പൊ ഒരു അടക്കം നടക്കുന്നുണ്ട് അവിടെ. ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇവരുടെ ബന്ധുക്കാരൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ മീഡിയാസും ഒക്കെ എല്ലാം വന്നു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിറയലായി. അപ്പൊ എന്റെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് കവർ ഫോട്ടോ കിടക്കുന്നത് ഈ ഒരു ഫോട്ടോയാണ്. ഇപ്പോഴും അത് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര ഒരു കിക്ക് കൊണ്ട് തന്നു. ഇത്രയും വായനക്കാര് ഒരു വെറൈറ്റിയിൽ, നമുക്കൊരു ഹാള് വാടകയ്ക്ക് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും നടത്താം, പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരിടത്ത് നടത്തിയപ്പോൾ എനിക്കൊരു കിക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇത് തന്നെ രണ്ടാമത്തെ ആയപ്പോഴേക്കും ഒരു ദ്വീപില് 2018 നമ്മള് വായനക്കാരെല്ലാം കൂടെ വലിയൊരു പാതിരാമണര്, അപ്പൊ അതിലേക്ക് ഒരു വലിയൊരു ബോട്ട് എടുത്തിട്ട് വായനക്കാരെല്ലാം കൊണ്ടുപോയി അകത്തേക്ക്, കാടാണ് പോയവർക്ക് അറിയാം, അതിൻ്റെ അകത്ത് വലിയൊരു കാടാണ്. അപ്പൊ അതിന്റെ നടുക്ക് ഒരു സ്പേസ് ഉണ്ട്. അവിടെ പോയി നമ്മൾ അത്രയും ദൂരം നടന്നു പോയി എല്ലാവരുമായിട്ട് നിന്ന് സന്തോഷത്തോടുകൂടി ബുക്ക്, ഞാനെപ്പോഴും നറുക്കിട്ടിട്ടാണ്, ഒരാളെ വിളിച്ചിട്ടുണ്ടോന്ന് ചെയ്യുന്നതല്ല, നറുക്കിട്ടിട്ടാണ് ബുക്ക് ഇത് ചെയ്യുന്നത്, പബ്ലിഷ് ഫസ്റ്റ് കോപ്പി കൊടുക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ബുക്കിനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ വന്നവരിൽ നിന്നിട്ട് ഒരാളെ നറുക്കെടുത്തു. അവരുടെ സന്തോഷം വായനക്കാരുടെ, എൻ്റെ സന്തോഷം. അപ്പൊ അന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന്. അവര് കണ്ണ് കാണാൻ പാടില്ലാത്ത 2 പേരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ വന്നു? ബസ് കയറി വന്നു. എങ്ങനെയാ? മലപ്പുറത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് കയറി വന്നു, എന്നിട്ട് പാതിരമണൽ വരെ വന്നു എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര അത്ഭുതമായി. അതായത് ഇവര് കേട്ടതാണ്, ഒരു ഗ്രൂപ്പില് ഓജോ ബോർഡ് വായിച്ചത് കേട്ടിട്ട് അടുത്ത ബുക്ക് പബ്ലിഷ് ആവുന്നെന്ന് അറിഞ്ഞിട്ട് അവർ 2 പേരും കൂടെ വേറെ ആരുടെ സഹായം ഇല്ലാതെ അവരവിടെ എത്തി. എനിക്കത് ഞാൻ ഭയങ്കര 2 പേരും ചേർത്ത് വെച്ചാൽ എനിക്കത് ഭയങ്കര ഒരു നല്ലൊരു മൊമെന്റ് ആയിട്ട് തോന്നി. അവർക്കും ഇതുപോലെ തന്നെ ഇഷ്ടമാണ് ഇങ്ങനെ ഒരു എഴുത്തുകാരനെ കാണാനായിട്ടും അങ്ങനെ ഒത്തുചേരാനായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങിയപ്പോഴേക്കും അത് കോവിഡ് സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ബൈക്കിൽ അങ്ങ് എടുത്തിട്ട് ചെന്നൈക്ക് പോയി അവിടെ പോയിട്ടാണ് പബ്ലിഷ് ചെയ്ത് എല്ലാവരും ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ബുക്കിലേക്ക് വന്നപ്പോഴും ഇതുപോലെ തന്നെ ശ്മശാനം അങ്ങനെയുള്ളതൊക്കെ ആയിട്ട്. പിന്നെ കോഴിക്കോട് അത് ഒരു ശ്മശാനമായിട്ട് തോന്നില്ല, ഒരു പാർക്കായിട്ട് തോന്നുന്നതാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് പബ്ലിഷ് ചെയ്തത്. രാത്രി 12 ശേഷമാണ് പബ്ലിഷ് ചെയ്തത്. എൻ്റെ ഒരു ഡൗട്ട് ഈ രാത്രി ആരൊക്കെ വരുമെന്നാണ്. പക്ഷെ പ്രായമായവരുൾപ്പെടെ അവിടെ വന്നിട്ട് ഹാള് നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ്, നമുക്ക് തരുന്ന റെസ്പെക്റ്റ് ആണ്, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ട്രീറ്റ് ആണ് വായനക്കാർക്ക്. ഞാൻ ഇനിയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ വായനക്കാരുടെ, അതിൻ്റെ അകത്തുള്ള വായനക്കാരിലെ കുറച്ച് ആൾക്കാരുടെ സന്തോഷം ഇങ്ങനെയുള്ളതാണ്, അതുകൂടെ ഞാൻ നോക്കുന്നു. അഖിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഖിൽ എഴുതി തുടങ്ങിയ സമയത്ത് എന്നെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എന്നെ ഏതെങ്കിലും ഒരു എഴുത്തുകാരി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ കുറേ എഴുത്തുകാർ വരുന്നുണ്ട്. താങ്കൾക്ക് അവരോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? എഴുത്തുകാരുടെ അടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണോ? ഏത് രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? ഞാൻ ഒരുപാട് പേര് എനിക്ക് വന്നിട്ട് ഉപദേശം ചോദിക്കും. അപ്പം ഞാൻ പറയും, അയ്യോ ഞാൻ വലിയ എഴുത്തുകാരനൊന്നും അല്ല, എഴുതാനായിട്ട് ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ എഴുതിക്കോ. പിന്നെ ഞാൻ എന്തെടുക്കും, ഞാൻ ഇവരുടെ കവർ ഫോട്ടോ എടുത്തിട്ട്, എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1,00,000 മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് എനിക്ക് ഒരു 100 ഫ്രണ്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ഫേസ്ബുക്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന എഴുത്തുകാരുണ്ട്. ആരെങ്കിലും ഒരാൾ എൻ്റെ ഒരു കവർ ഫോട്ടോയോ എന്തെങ്കിലും ബുക്കിന്റെ കവർ ഫോട്ടോ, അതായത് ന്യൂ ലോഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യനും പോസ്റ്റ് ചെയ്തിട്ടില്ല, സപ്പോർട്ടും ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ ആ എഴുത്തുകാർ എന്തൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാനിപ്പോ ഒരു ഇത്തിരിയെങ്കിലും ഒരു ഇതിലെത്തിയപ്പോൾ പുതിയ എഴുത്തുകാരെ വെൽക്കം ചെയ്യാനായിട്ട് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എത്രയോ കുട്ടികൾ
വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ചേട്ടാ എൻ്റെ ബുക്കിൻ്റെ കവർ ലോഞ്ച് ഒന്ന് ചെയ്ത് തരും. ഓക്കെ, ഒരു പ്രശ്നമില്ല, പൈസ വല്ലതും വേണം? ഞാൻ പറഞ്ഞു ഒരു പൈസയും വേണ്ട, സന്തോഷമേ ഉള്ളൂ, ഞാൻ സ്റ്റോറി ഇട്ടോളാം. അത് തന്നെ ഞാൻ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് പറയുകയാണ്, ആര് വേണമെങ്കിലും പുതിയ എഴുത്തുകാർ വരികയാണെങ്കിൽ അവരുടെ കവർ ഫോട്ടോ എനിക്ക് അയച്ചു തരൂ. ബുക്ക് ഞാൻ പറഞ്ഞത് സ്ഥലത്തുണ്ടായല്ലോ, അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ അയച്ചാലും ചിലപ്പോൾ മിസ്സായി പോകുകയെല്ലാം ചെയ്താലോ, കുട്ടികളൊക്കെ ഉള്ള ചേട്ടൻ്റെ. അപ്പം അതുകൊണ്ട് ഞാൻ പറയും, ബുക്ക് തൽക്കാലം ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് നേരിട്ട് വാങ്ങാം, നിങ്ങൾ കവർ ഫോട്ടോ അയക്കും, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ചെയ്യാമെന്ന് പറയും. എൻ്റെ ഇതെടുത്ത് നോക്കിയാൽ തന്നെ, ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് എത്രയോ ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള എത്രയോ റൈറ്റേഴ്സിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ ഉള്ള എത്ര ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ ഫസ്റ്റ് കവർ റിലീസ് ചെയ്തിട്ടുള്ള ഞാനാണെന്നുള്ളൊരു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് പറയാനായിട്ട്, പുതിയൊരു എഴുത്തുകാർ വരുമ്പോൾ അതും കൂടെ അവർക്കും കൂടെ ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. അവരുടെ ബുക്ക് വളരണം, അവർ വരണം. വായന ഇപ്പം എൻ്റെ ബുക്ക് ഞാൻ 4 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോഴൊക്കെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. ഇത് വായിച്ചു കഴിഞ്ഞാൽ വായനക്കാർക്ക് അടുത്ത എന്തുണ്ട്, ഈ 2 വർഷം 4 വർഷം ഫില്ല് ചെയ്യാനായിട്ട് പുതിയ എഴുത്തുകാർ വരണം, പുതിയ ബെസ്റ്റ് സെല്ലേഴ്സ് വേണം. അപ്പോൾ പുതിയൊരു ബെസ്റ്റ് സെല്ലർ വരുമ്പോൾ അതിനെ അസൂയോടുകൂടി ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് അവരത് വായിച്ചു കഴിയുമ്പോൾ അടുത്ത ബുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ മാത്രമേ ഈ വായന നിന്ന് പോകത്തുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഈ ഈഗോയും കുശുമ്പൊക്കെ ഉള്ളവർക്ക് അത് നിന്നോളൂ. അവരുടെ ബുക്ക് മാത്രമല്ല ഇവിടെ വായിക്കേണ്ടത്, എല്ലാ ബുക്കുകളും വായിക്കട്ടെ. നിങ്ങൾ എഴുതാനെടുക്കുന്ന സ്പേസിൽ ആ ഒരു ടൈമിൽ അടുത്ത ബുക്ക് വായിക്കാൻ അവർക്ക് കിട്ടണം. അപ്പം അതിന് എഴുത്തുകാർ വേണം, വായനക്കാർ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അത്രേ ഉള്ളൂ. അത് ആ ഒരു ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള പുതിയ എഴുത്തുകാരെ വെൽക്കം ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. അതെ, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരു മോശം, നമ്മുടെ ഒരു ബുക്ക് മോശം എന്ന് വെച്ചിട്ട് അത് ഡിസപ്പോയിന്റഡ് ആവണ്ട. ഓക്കെ, അപ്പൊ അതും വേറൊരു ബുക്കും വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു മത്സരമല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. വായനക്കാരത് വായിക്കുന്നു, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നു. എൻ്റെ ബുക്ക് എത്രയോ പേര് മോശമാണെന്ന് പറഞ്ഞു. പക്ഷേ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അതിൽ വിഷമം ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് പലരും പറഞ്ഞു, അയ്യോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നേരെ നിന്റെ മെർക്കുറിയലിൻ്റെ ഇഷ്ടപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ മെർക്കുറിയലിൻ്റെ വായിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇതെന്തുവാണ്, ഇത് എന്തൊരു സാധനമാണിത്, അതൊരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ഒരു പടം കണക്കൊരു സാധനമാണത്, ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവര് അത് ഇഷ്ടപ്പെട്ടവരുണ്ട്, റാം കെയർ ഓഫ് ആനന്ദി ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. അഖിലിന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുക എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. അപ്പോൾ അത് ആളുകളെ കൂടുതൽ പഠിക്കാനും ചിലപ്പോൾ സ്വന്തം കഥയിലേക്ക് അവരെ ആവഹിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരാളുടെ ഇതിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നതും അവരുടെ പേഴ്സണൽ സ്പേസ് കടന്നെടുക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവില്ലേ? അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലേ? ഞാനങ്ങനെ എല്ലാവരുടെയും ലൈഫിലേക്കൊന്നും ഇടപെടത്തില്ല. അതായത് എനിക്ക് വൈബ് സെറ്റ് ആവുന്നവരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ചിലര് ഇങ്ങോട്ട് വന്നാൽ പോലും എനിക്ക് അവരുടെ വൈബ് സെറ്റ് ആവുന്നില്ലെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കും. പിന്നെ എല്ലാവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറിച്ചെന്ന് ചിലർക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇവർക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡും ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ പുസ്തകം ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്യാപ്പിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ചിലർക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണ്, നമ്മൾ അവരോട് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്കും ഒരു തോന്നലുണ്ടാവും. എന്നാലും ഞാൻ എല്ലാവരോടും സംസാരിക്കും. എനിക്ക് കൂടുതലായിട്ടും നമ്മുടെ ലൈഫിൽ കുറേ മനുഷ്യർ വേണം എന്ന് ആലോചിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാവരെയും ഒരുപോലെ വിളിക്കണം എന്നില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുന്നത് 5-6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് കോളിൽ ആ സംസാരിച്ച് എൻഡ് ചെയ്ത് എപ്പോഴാണോ അതുപോലെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതായിരിക്കും ആ ഒരു ഗ്യാപ്പ്. ഈ 6 മാസത്തെ വിശേഷങ്ങൾ മൊത്തം ഞങ്ങൾ ഇരുന്നിട്ട് അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കും, പുതിയ വിശേഷങ്ങൾ പറയും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാ അടുക്കലും ചെല്ലും. എന്നിപ്പോൾ ഒരു 24 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയ ബാക്കി ഒരു ദിവസം ഞാനൊരു 2-3 മണിക്കൂർ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു, എനിക്ക് തോന്നുന്നത് ഞാൻ കൊച്ചിലോട്ട് തന്നെ ഈ സ്വഭാവമുള്ള എഴുത്തുകാരനായതുകൊണ്ടൊന്നും അല്ല, അത് കഥാപാത്രം കിട്ടാനോ കഥ കിട്ടാനോ ഒന്നും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു 100-150 ബുക്ക് എഴുതാനായിരുന്നു. ഭയങ്കര ട്രാജഡി ഉള്ള കൂട്ടുകാരുണ്ട്, ഭയങ്കര മോട്ടിവേഷൻ സ്റ്റോറി ഉള്ള കൂട്ടുകാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പോക്സോ കേസിൽ പെട്ടിട്ട് ഒരു അനിയൻ ഉള്ള ഒരാളുണ്ട്, അവരുടെ ഫാമിലിയൊക്കെ ദുരന്തമായി പോയതാണ് കേസ് നടത്തിയിട്ട്. എനിക്ക് വേണമെങ്കിൽ അത് എഴുതാവുന്നതുണ്ട്. ഇതൊന്നും എനിക്ക് അങ്ങനെ ഒരു സെല്ലിയോ അല്ലെങ്കിൽ ബുക്കാക്കുകയൊന്നും ചെയ്യുന്നതല്ല. നമ്മൾ അവരുടെ ലൈഫിൽ മനുഷ്യരാണ് നമ്മൾ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് എൻ്റെ ലൈഫ് കുറച്ച് നാൾ കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും തീരും. അപ്പോൾ ഈ തീരുന്ന സമയത്ത് ഞാൻ എത്ര പേരായിട്ട് പരിചയപ്പെട്ടു, എത്ര പേര് എൻ്റെ ലൈഫിലുണ്ടെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. യാത്രകൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എഴുത്തിനെ? യാത്രകൾ ഭയങ്കരമായിട്ട്. റാം കെയർ ഓഫ് ആനന്ദി തന്നെ ഒരു യാത്രയാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം ട്രെയിൻ യാത്രയും അല്ലിഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ യാത്രകളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ അല്ലിഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് തിരുട്ട് ഗ്രാമം 2 പറയുന്നുണ്ട്. ഇത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു തവണ ബൈക്കിൽ രാത്രി പോവുകയാണ്. ഞങ്ങൾ തഞ്ചാവൂർ വഴി പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുക, ഒരു വെള്ള മുണ്ടൊക്കെ കെട്ടി ഒരു പന്തവും പിടിച്ചോണ്ട് റോഡെ നിൽക്കുക. രാത്രി 2 മണി അങ്ങാണ്ടായി. അപ്പം ഇത് കണ്ടപ്പോൾ പേടിയായിപ്പോയി.
അപ്പോൾ ഞാനിങ്ങനെ പുറകിരുന്ന് കുത്തുക, എടാ പ്രേത എന്താ സംഭവം എന്ന് അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ കാലിൽ ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് വന്നപ്പോഴേക്കും ഒരു മരത്തിൽ കുറേ ബൊമ്മകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇത് നമ്മളൊരു ജംഗ്ഷനിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊക്കെ ഉള്ള ഒരു ലോറിയൊക്കെ നിർത്തുന്ന ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കും, ചില സമയം കമ്പി കെട്ടിയിട്ട് ഇതിടും, നിങ്ങളെ കണ്ടിട്ട് പിച്ചക്കാരായിട്ട് വല്ലതും തോന്നിക്കാണോ അങ്ങനെ ചെയ്യാഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങളെ ട്രാവൽ ചെയ്യുമ്പോൾ നോർമലി വല്ല ഷോർട്സ് ഒക്കെ ഇട്ട് സാധായിട്ടാണ് പിള്ളേരായിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ളവരായിട്ട് തന്നെ തോന്നിയോണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രാമങ്ങളുണ്ട്, വൈദ്യുതി കിട്ടാത്ത ഗ്രാമങ്ങളുണ്ട്. അവിടെ ഇതുപോലുള്ള കുറെ സാധനങ്ങൾ, തമിഴ്നാട്ടിൽ രാത്രി ഉൾഗ്രാമത്തിൽ കൂടെ പോകുന്നവർക്കറിയാം ഇതുപോലെ ഈ ബൊമ്മയൊക്കെ കെട്ടിത്തൂക്കി ഇടുക, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പേടിപ്പിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ മനസ്സിലായി ഞങ്ങൾ തിരുട്ട് ഗ്രാമത്തിൽ കൂടെ വന്നതെന്ന്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു. അപ്പൊ ഇതുപോലെ 2 ഗ്രാമങ്ങളുണ്ട്. ഇതിന്റെ പേര് ചിന്നപുരം പെരിയപുരം എന്നാണ് ഞാൻ ഇതിൻ്റെ അകത്തുള്ളത്. അത് കണക്ക് തന്നെ പേരല്ല, വേറെയാണ്. അപ്പൊ ഇവരുടെ പ്രധാന പരിപാടി വണ്ടികൾ കടത്തിക്കൊണ്ടുവന്നിട്ട് അത് പൊളിച്ചിട്ട് പാർട്സ് ആയിട്ട് വിൽക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികൾ കാണിക്കുന്നുണ്ട്. അവർ പോലീസ് വണ്ടി കൊണ്ടുവരുന്നവർ, എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരെ ഇങ്ങനെ പോലീസുകാരെ ആക്രമിച്ചതിന്റെ വൈരാഗ്യത്തില് അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് പോലീസിന്റെ ഇതാണ്. ഞാൻ ചോദിച്ചു അയ്യോ ഇതെന്തൊരു ഇത് സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പഠിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് കൊള്ളാം, ഇത് നോവലിനകത്ത് ഐഡിയ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസുകാരുടെ വണ്ടി മാത്രം പൊളിക്കുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, അതൊക്കെ ആഡ് ചെയ്തത്. അതൊക്കെ പുതിയ അറിവായിരുന്നു പലർക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ യാത്രകൾ എനിക്ക് കുറെ അനുഭവങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവും. ഇതിൽ ചില സമയം ഡിപ്രഷന്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകുമ്പോൾ ഞാൻ നേരെ എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യും. സാധാരണ ട്രാവൽ ചെയ്യുന്നത് കർണാടകയിൽ പോയിട്ട് ഒന്നെങ്കിൽ മൂകാംബികയിൽ പോയിട്ട് അവിടെ നിന്ന് കുടജാദ്രിക്ക് പോകും. കുടജാദ്രി പോയിട്ട് മല കയറുന്ന സമയത്ത് എനിക്ക് 2 കാര്യങ്ങൾ കിട്ടും. എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണമെന്നില്ല, എനിക്കൊരു മല നടന്ന് കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ മല നടന്ന് കയറി തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ ഇത് പറയുന്നത് എനിക്കിപ്പോഴും ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ദൈവത്തിന് നന്ദി. പിന്നെ എനിക്കിപ്പോൾ ഒരിടത്ത് പോകണമെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട്, എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇപ്പോൾ എഴുത്തിലൂടെ കിട്ടുന്ന ഈ ഒരു പൈസ ഞാൻ വിനിയോഗിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും എനിക്ക് തന്നെ കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 50 തവണയ്ക്ക് മുകളിലെങ്കിലും ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇത്രയും വരെ. ഇപ്പം ഈ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുമ്പോഴോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പോകുന്നത് ഭയങ്കര റിസർവ് ചെയ്തൊന്നുമല്ല, സാധായിട്ട് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ. തിരിച്ച് ഞാൻ മംഗലാപുരത്ത് നിന്ന് കയറിയപ്പോൾ നിൽക്കാനായിട്ട് സ്ഥലമില്ല. ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇവിടെ ഏകദേശം എറണാകുളമൊക്കെ ആയപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ അത്രയും മണിക്കൂറുകൾ നിന്ന് വന്നാലും നമുക്ക് കുഴപ്പമില്ല. ചില സമയം ചില ആൾക്കാരിങ്ങനെ അഖിലാണോ, അപ്പം ഞാൻ പറയാം അത് അഖിലാണ്, നിങ്ങളെന്താ ഇങ്ങനെ നിന്ന് വരുന്നത്? അപ്പം ഞാൻ പറയാം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അയ്യോ അതെന്താ നിങ്ങൾ റിസർവ് ചെയ്യാൻ? ഞാൻ പറയാം ഞാൻ ഇന്നലെ തീരുമാനിച്ചതാണ്, ഇപ്പൊ കയറിയതാണ്. അപ്പൊ അതൊരു സന്തോഷമാണ്. അപ്പൊ ഒരാളെ പരിചയപ്പെടുകയാണ്, അപ്പൊ ബുക്ക് വായിച്ചത് അങ്ങനെ പരിചയപ്പെടുക. അപ്പൊ ഈ യാത്രകളൊക്കെ അങ്ങനെയും കുറെ ആൾക്കാരെ കൊണ്ട് തരും, ഇങ്ങനെ എക്സ്പീരിയൻസും തരും, നമുക്ക് പോസിറ്റിവിറ്റിയും തരും. അതുകൊണ്ട് യാത്രകൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അഖിലിൻ്റെ എഴുത്തുകളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ എഴുതിയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും വളരെ ലൈറ്റായിട്ട് ഉള്ള ലാംഗ്വേജ് വെച്ചിട്ട് അതിൻ്റെ സ്റ്റോറികളും ഇതൊക്കെ ഹുക്ക് ചെയ്യുന്നതൊക്കെ എവിടുന്നാണ്? ഇപ്പോൾ അടുത്ത സ്റ്റോറി എഴുതാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ അത്തരം ഒരു എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്? എന്തിനെയാണ് വലുതാക്കി എടുക്കുന്നത്? ഞാൻ എൻ്റെ കഥകൾ വരുന്നത് എപ്പോഴും ഒരു ഡയലോഗിൽ നിന്ന് വല്ലതും. ഇപ്പോൾ ഓജബോർഡാണെങ്കിൽ ഒരു ഡയലോഗിൽ നിന്ന് കഥയിലേക്ക് ഫസ്റ്റ് തന്നെ എടുത്ത് ഇടുകയാണ് വായനക്കാരൻ, അടുത്ത ആ മൊമെന്റിൽ കയറുകയാണ്. ഇപ്പം ഞാൻ പക്ഷേ റാംഗിറഫാനന്തി എന്ന് വരുമ്പോൾ അതിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എഴുതിയിരിക്കുക. അതിന് ആൾക്കാരെ ഹുക്ക് ചെയ്ത് അങ്ങ് പോകുന്നതാണ് എൻ്റെ ഒരു എഴുത്ത് ശൈലി. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള അല്ലാതുള്ള രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് വരുമ്പോഴും എൻ്റെ വായനയിൽ നിന്നിട്ട് എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്. ഇപ്പോൾ പല പുസ്തകങ്ങൾ, ഇപ്പോൾ ഞാൻ പട്ടുനൂൽപ്പുഴ വായിച്ചു, എസ് ഹരീഷ് സാറിന്റെ, ഗംഭീര വർക്കാണ്. അപ്പം ഞാൻ സാറിന് വോയിസ് മെസ്സേജ് അയച്ചു, സാർ ഞാൻ ഏത് നിലവാരത്തിലേക്ക് എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ വായിക്കും. ഇപ്പം അടുത്തിടെ വായിച്ചതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പട്ടുനൂൽപ്പുഴ. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ബുക്ക് എഴുതണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സാഹിത്യം എഴുതാൻ അറിയാമെന്നല്ല, പക്ഷെ ഞാൻ അതും ഒക്കെ ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം, അതൊക്കെ നമ്മുടെ ഇതാണ്. പക്ഷെ നമ്മൾ അതിനെടുക്കുന്ന ഒരു എഫേർട്ടും ധൈര്യമാണ് ഞാൻ എന്നിൽ തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് 2018 എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പോൾ അതിനുശേഷം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമില്ലേ? ഇനി എന്നാണ് സിനിമയിലേക്ക് വരുന്നത്? ഇത് ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞു, അതൊരു ഹൊറർ മൂവി. എനിക്ക് ഹൊററിനോട് ഭയങ്കര താല്പര്യമാണ്. അതൊരു പുതിയ ഡയറക്ടറിന്റെ ആണ്. അപ്പൊ അതായതുകൊണ്ട് തന്നെ കുറച്ച് എഫേർട്ട്. ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടെന്നും അത് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഡയറക്ടറിനെയാണ് നോക്കുന്നത്, പ്രൊഡക്ഷൻ. അപ്പോൾ ചെല്ലുമ്പോൾ പ്രൊഡക്ഷൻ ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആർട്ടിസ്റ്റ് ആണെങ്കിലും മുമ്പ് ഏത് പടം ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്നെ കാണിച്ചു കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കാണിക്കേണ്ട, ചേട്ടൻ തന്നെ പോയിട്ട് ഇത് ചെയ്യും, ഞാൻ വരാം, കഥ പറയാനായിട്ട് വരാം.
അപ്പോൾ ചെല്ലുമ്പോഴാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ഇതാണ്, ഇന്ന പടത്തിന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പലർക്കും 2018 കാര്യം അറിയത്തില്ല, എല്ലാവർക്കും റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ എന്റെ പ്രൊഫൈലിൽ ഇതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 200 കോടി ക്ലബിലെത്തിയ ഒരു പടമാണത്, എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഞാനിത് പിൻ ചെയ്തിടുമ്പോൾ ആൾക്കാർ ഇവൻ 2018 എഴുതിയതാണോ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പുതിയ സിനിമയിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞിട്ട് 2018 ചെയ്തെന്ന് പറഞ്ഞാലും ഭയങ്കര എഫേർട്ട് തന്നെയാണ്. ഒരു പ്രൊഡക്ഷൻ കിട്ടുകയും ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടുന്നത്. ഇപ്പൊ പുതിയ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ആർട്ടിസ്റ്റിനെ കണ്ട് ഏകദേശമൊക്കെ ആയി, പ്രൊഡക്ഷനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പുതിയൊരു പടം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലേക്ക് സ്റ്റാർട്ടാവും. പിന്നെ വേറൊരു സ്ക്രിപ്റ്റ് കൂടെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അതൊരു എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, മലയാളത്തിൽ അടുത്തിടെ വരുന്ന ഒരു നല്ല കിടിലൻ ഒരു ഹൊറർ ആയിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത പോലെ എഴുത്തിനും അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളുണ്ടോ? ഞാൻ റാം കെയർ ഓഫ് ആനന്ദി മറയൂർ, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനവിടെ ലോഡ്ജിലൊന്നും താമസിക്കുന്നത് ഭയങ്കര പൈസയാകും. ഞാൻ ഏതെങ്കിലും ഒഴിഞ്ഞ വീടുണ്ടെങ്കിൽ 1 മാസം വാടകയ്ക്കോ 2 മാസമൊക്കെ എടുക്കും. അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ ഒരു വീട് ഒഴിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ഞാൻ ചെന്നപ്പോ ഡിഫറെന്റ് ആണ് മറയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്വർഗമാണ്. മറ്റുള്ള സ്ഥലങ്ങളായിട്ടൊന്നും അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല. മലയാൽ ചുറ്റപ്പെട്ട സ്ഥലം, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഒരു ടൈം എടുത്തിട്ട് പയ്യെ വെയിൽ വരത്തുള്ളൂ. നല്ല തണുപ്പാണ്. പിന്നെ മനുഷ്യരാണെങ്കിലും നല്ല മനുഷ്യരാണ് അവിടെ ഉള്ളവർ. നമ്മളെ ഭയങ്കര അവർ ചോദിക്കും ഇത് ആരാണ്, എവിടെ നിന്ന് വന്നു, എന്താണ് പരിപാടി. ഇപ്പൊ ഞാൻ എഴുതാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അവരവിടുത്തെ കഥ പറഞ്ഞു തന്നു. റാം കെയർ ഓഫ് ആനന്ദി എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ വേറൊരു റിസർച്ച് നടത്തുമായിരുന്നു. അവിടെ മുനിയറകളുണ്ട്, പിന്നെ അല്ലാതെ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഗുഹകളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് നടത്തി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ട്രാവൽ ചെയ്തതിനിടയ്ക്ക് എനിക്ക് മറയൂർ കിട്ടിയത്. പിന്നെ GR ഇന്ദുഭവൻ എന്ന് പറഞ്ഞ റൈറ്റർ ഉണ്ട്, പുള്ളി ഇടയ്ക്കിടയ്ക്ക് മറയൂർ പോയി നിൽക്കും. പുള്ളി ഇപ്പൊ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞൊരു സിനിമ ബുക്ക് ഇറങ്ങിയ നന്നായിട്ട് പോകുന്നുണ്ട്, സിനിമയും വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ പുള്ളി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഇനിയും 1000-ഓളം കഥകൾ എഴുതാനായിട്ട് ഇനിയും കിടക്കുകയാണ് അവിടെ. അതിലൊരു കഥ ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് റാം കെയർ ഓഫ് ആനന്ദി അവിടെ നിന്നിട്ട് എഴുതി. ഇപ്പൊ രാത്രി 12-ന് ശേഷം പലയിടത്തായിട്ട് നിന്നിട്ടാണ് എഴുതിയത്. 4 വർഷത്തോളം എടുത്തു അത് എഴുതാനായിട്ട്. ചെന്നൈയിലും ആലപ്പുഴയിലും ഈ പറഞ്ഞ ഇടുക്കിയിലും ഒക്കെ നിന്ന സമയത്താണ്. ഇപ്പൊ ഇവിടെ വീട്ടിൽ നിന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും നല്ല നല്ല പുസ്തകങ്ങളും നല്ല നല്ല സിനിമകളും ഒക്കെ ഞങ്ങൾക്ക് കാണാനും വായിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. റാം കെയർ ഓഫ് ആനന്ദി അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനും ഏറ്റെടുത്തതിനും. സ്പെഷ്യൽ താങ്ക്സ് ടു റിപ്പോർട്ടർ ചാനൽ, ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്തിയതിന് താങ്ക് യു.